ഹലോ, ഇത് എൻ്റെ കസ്റ്റമറിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു വർക്കാണ് കേട്ടോ. അപ്പോൾ ഈ വർക്ക് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യം കൂടെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരുവിധ എല്ലാ വീഡിയോസിൻ്റെ താഴെയും കുറേ പേര് എനിക്ക് കമൻറ്റ് ഇടാറുണ്ട്. സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, വലിയ തോതിലല്ല ചെറിയ തോതിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ചെറിയൊരു എമൗണ്ട് മാസം കയ്യിൽ കിട്ടുന്നത് പോലെ സ്വന്തം കാര്യങ്ങൾ നടത്താനുള്ളൊരു ചെറിയൊരു എമൗണ്ട് മാസം കയ്യിൽ കിട്ടുന്നത് പോലെ ഒരു വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കുറേ കാലങ്ങളായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷെ അത് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ കമൻസ് പേഴ്സണലായിട്ടും അല്ലാതെയൊക്കെ എനിക്ക് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആക്ച്വലി ഇതൊരു മോട്ടിവേഷൻ പോലെയാണ് കേട്ടോ. ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് എങ്ങനെയാണ് എത്തിയത്, ഈ ഒരു സാരി ബിസിനസ്സിലേക്ക് എങ്ങനെയാണ് എത്തിയത്, ഞാൻ എങ്ങനെയാണ് അതിനുള്ള സമയം കണ്ടെത്തുന്നത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുക കേട്ടോ. അപ്പോൾ എന്നെപ്പോലെയുള്ള അമ്മമാർ, ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ 2 പിള്ളേരാണ്. മൂത്താൾ സ്കൂളിൽ പോകും, രണ്ടാമത്തെ ആൾക്ക് 1.5 വയസ്സേ ഉള്ളൂ. ഞങ്ങൾ 4 പേരും മാത്രം, ഞാൻ, ഹസ്ബൻഡ്, 2 മക്കളുള്ള ഫാമിലിയാണ്. കുഞ്ഞിനെ നോക്കാൻ വേറെ ആരുമില്ല. അപ്പോൾ അവനെ വെച്ചിട്ടാണ് ഞാൻ ഈ വർക്ക് ചെയ്യുന്നത്. അപ്പം എൻ്റെ വീട് പണിയും വീട്ടിലത്തെ പണിയും കുട്ടികളെയും ഒക്കെ കഴിഞ്ഞിട്ടും എനിക്ക് ഫ്രീ കിട്ടുന്ന കുറച്ച് സമയം, ഒരു ദിവസം ഞാൻ 2-3 മണിക്കൂറേ സ്പെൻഡ് ചെയ്യുള്ളൂ. എൻ്റെ കുഞ്ഞ് ഉറങ്ങുന്ന കുറച്ച് സമയം, ആ സമയം സ്പെൻഡ് ചെയ്താൽ തന്നെ എനിക്ക് മാസം ഒരു 10,000-ൻ്റെ അടുത്ത് ഇൻകം കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് അതിന് ചെയ്യുന്നത്, ഞാൻ എങ്ങനെയാണ് ഇതിലെത്തിയത് എന്നുള്ളതാണ് ഞാനീയൊരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് എന്നെപ്പോലെയുള്ള കുറേ അമ്മമാർക്ക്, എന്നെപ്പോലെ നല്ല എന്നെക്കാളും ഒരുപാട് സ്കിൽഡായിട്ടുള്ള അമ്മമാരുണ്ട്. അവർക്ക് തുടങ്ങി കിട്ടാനുള്ളൊരു മടിയോ പേടിയോ സാമ്പത്തികമോ എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല. അവർക്ക് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം എന്നെപ്പറ്റി പറയാം. ഞാനൊരു ഫാഷൻ ഡിസൈനിങ് ടീച്ചറായിരുന്നു. എൻ്റെ സെക്കൻഡ് ബേബീനെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഞാൻ ജോബ് റിസൈൻ ചെയ്തു. എന്നിട്ട് വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഫിനാൻഷ്യലി ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു ചിന്ത വന്നു തുടങ്ങിയത്. കാരണം അതുവരെയും എൻ്റെ സാലറി ഉണ്ടായിരുന്നു, ആൾ കൂടി സാലറി കുറഞ്ഞു. അങ്ങനെ വന്ന സമയത്ത് എൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു സപ്പോർട്ട് എനിക്ക് കൊടുക്കണം, എന്ത് ചെയ്യാമെന്ന് ചിന്തിച്ച് തുടങ്ങിയപ്പോഴാണ് വീട്ടിൽ നിന്ന് തന്നെ വർക്ക് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. അപ്പോൾ ഹാൻഡ് വർക്കാണെങ്കിലും സ്റ്റിച്ചിങ് ആണെങ്കിലും ഒരുപാട് പേര് അവൈലബിൾ ആണ്. അപ്പോൾ അതല്ലാണ്ട് വേറെന്ത് ചെയ്യാമെന്ന് ചിന്തിച്ചപ്പോഴാണ് ഈ ഒരു എംബ്രോയ്ഡറി, അതായത് മെഷീൻ എംബ്രോയ്ഡറി ചെയ്താൽ എങ്ങനെയുണ്ടാകും, അതിനൊരുപാട് മാർക്കറ്റ് ഉണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത വന്നത്. മെഷീൻ എംബ്രോയ്ഡറി എനിക്കറിയില്ല. അങ്ങനെ ഒന്നും അറിയാത്ത ഒരു ഫീൽഡിലേക്ക്, അതായത് മെഷീൻ എംബ്രോയ്ഡറി എനിക്കറിയില്ല, ഫാഷൻ ഡിസൈനിങ് അറിയാം. അപ്പോൾ അതിലേക്ക് ഞാൻ ധൈര്യത്തോടെ മുന്നോട്ട് വരികയാണ് ചെയ്തത്. കാരണം ഞാൻ അതിന് വേണ്ടി പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. എനിക്കതിനെപ്പറ്റി അറിയില്ല. ഞാൻ എനിക്കത് വർക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് പക്ഷെ ഞാൻ ഒരുപാട് പൈസ ഫസ്റ്റ് തന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തില്ല. കാരണം മെഷീൻ നമുക്ക് എത്രത്തോളം റെഡിയാകുമെന്ന് അറിയാത്തത് കൊണ്ട് ഒരുപാട് പൈസ മുടക്കാണ്ട് OLXൽ നിന്ന് ഞാനൊരു സെക്കൻഡ് ഹാൻഡ് മെഷീൻ മേടിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ആദ്യത്തെ ഒരു 2-3 മാസം ഞാനത് പഠിക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു. 3 മാസത്തോളം ഒരുപാട് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട്, പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഇത്തിരി മെഷീൻ എംബ്രോയ്ഡറി അറിയാമായിരുന്നു. അപ്പോൾ അമ്മ കുറച്ച് പറഞ്ഞു തന്നു. അതനുസരിച്ചിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തു. നമുക്കറിയാം, തുടക്കക്കാർ ചെയ്യുന്ന ആ ഫിനിഷിംഗ് അല്ല നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ വേണ്ടത്. അവർ നമുക്ക് പൈസ തന്നിട്ട് നമ്മൾ അവർക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ അവർക്ക് നല്ല ഫിനിഷിംഗ് വേണം. അപ്പോൾ നമ്മൾ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് അത് കറക്റ്റായിട്ട് പഠിച്ച് എടുത്ത്, അങ്ങനെ കുഴപ്പമില്ല, ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് വന്നപ്പോൾ ഞാൻ പിന്നെ ചെയ്തത് മെറ്റീരിയൽ പർച്ചേസിംഗ് ആണ്. മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിന്ന സമയത്തും ഒരു പ്രശ്നം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എറണാകുളത്താണ്. ഈ എറണാകുളം എന്ന് പറയുന്നത് എൻ്റെയോ എൻ്റെ ഹസ്ബൻഡിൻ്റെയോ ജന്മനാടല്ല. ഞങ്ങൾ 2 പേരും മലബാർ ഏരിയയിൽ നിന്നുള്ളവരാണ്. ഹസ്ബൻഡിൻ്റെ ജോലി റിലേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ സെറ്റിൽ ആയേക്കുന്നത്. അപ്പോൾ നമുക്ക് ആകെ പരിചയമുള്ളത് ജോലി സ്ഥലത്തുള്ള ആൾക്കാർ മാത്രമാണ്. പിന്നെ നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ നെയ്ബേഴ്സിനെ മാത്രമേ നമുക്ക് പരിചയമുള്ളൂ.
അതുകൊണ്ട് തന്നെ ഇവിടെ സെയിൽ ചെയ്യുക എന്നുള്ളതൊരു വലിയ റിസ്ക്കാണ്. അപ്പോൾ ഞാൻ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ആദ്യം ഒരു വളരെ കുറഞ്ഞ മെറ്റീരിയലാണ് എടുത്തത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ കുറച്ച് മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് കാലിക്കറ്റിലുള്ള ഒരു ഹോൾസെയിൽ ഷോപ്പിലേക്കാണ് കേട്ടോ. അപ്പോൾ അത് ഇവിടെയും ഹോൾസെയിൽ ഷോപ്പ് ഉണ്ട്, പക്ഷേ എനിക്ക് വലിയ പരിചയമില്ലാത്തത് കൊണ്ട് കാലിക്കറ്റിൽ ഹോൾസെയിൽ ഷോപ്പിൽ പോയിട്ട് ഒരുപാട് മെറ്റീരിയൽ എടുത്തില്ല. ഫസ്റ്റ് തുടക്കമായതുകൊണ്ട് വെറും ഒരു 6 സാരി മാത്രമാണ് ഞാൻ എടുത്തത്. പ്ലെയിൻ സാരി ഒരു 3000 രൂപയ്ക്ക് 500 രൂപ വെച്ചിട്ട് ഓരോന്നിനും വെച്ചിട്ട് തന്നു. എന്നിട്ട് ഞാനത് കൊണ്ടുവന്നു വീട്ടിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഇരുന്ന്. ആദ്യത്തെ സാരി വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എൻ്റെ അബദ്ധം മുഴുവൻ എനിക്ക് മനസ്സിലായത്. സാരിയിൽ എംബ്രോയ്ഡറി ചെയ്യുന്നത് അത്ര ഈസി അല്ല. ഒരുപാട് പൊട്ടത്തരങ്ങൾ ചെയ്തു. അവസാനം അത് യൂസ് ചെയ്യാൻ പറ്റാണ്ടായി. എൻ്റെ ഫസ്റ്റ് സാരി തന്നെ ഫ്ലോപ്പായി എന്ന് തന്നെ പറയാം. ഇപ്പോഴും ആ സാരി സെയിൽ എന്നല്ല, ആർക്കും കൊടുക്കുക പോലും ചെയ്യാൻ പറ്റാണ്ട് ഞാനവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള സാരികൾ ഞാൻ ഫസ്റ്റത്തേൽ ചെയ്ത ആ ഒരു തെറ്റൊക്കെ തിരുത്തിയിട്ട് രണ്ടാമത്തെ സാരി മൂന്നാമത്തെയൊക്കെ ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പ് സ്റ്റാറ്റസ് വെച്ചു. അത് കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ട് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സും അങ്ങനെ പിന്നെ അവർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ അവരാണ് ശരിക്കും സാരി വാങ്ങുന്നത്. എന്നിട്ട് അവർ അത് യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അവരുടെ റെക്കമെൻഡേഷനിലാണ് പിന്നീട് എനിക്ക് വേറെ കുറേ ഓർഡറുകൾ കിട്ടിയിട്ടുള്ളത്. പിന്നീട് ഞാൻ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസുകൾ യൂസ് ചെയ്ത് തുടങ്ങി. അതിന് വേണ്ടിയിട്ട് എനിക്ക് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് കുറച്ച് വീഡിയോസ് എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് തന്നത്. പക്ഷേ ആൾ ബിസി ആയതുകൊണ്ടും എനിക്കെപ്പോഴും ആളെ ശല്യം ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടും ഉള്ളതുകൊണ്ടും പിന്നീട് ഞാൻ തന്നെ എല്ലാം പഠിച്ചു. ഞാൻ തന്നെ വീഡിയോ എടുത്തു തുടങ്ങി, ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് തുടങ്ങി. അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രൊഫഷണലി ഒന്നും ആയിരുന്നില്ല ആദ്യം. പിന്നീട് കുറച്ച് ഒന്ന് ബെറ്ററായി. അങ്ങനെ ഇപ്പോൾ ഒരുവിധം എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയും ഞാൻ എൻ്റെ സാരി സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു മോട്ടിവേഷൻ ക്ലാസ്സാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. എല്ലാ സമയവും ആവട്ടെ എന്ന് നോക്കി നിൽക്കുന്നവർക്ക് ഇതൊരു പ്രചോദനമാവട്ടെ. നിങ്ങൾ ഡ്രീമൊന്നും മാറ്റി വെക്കേണ്ട, വേഗം തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. അപ്പോൾ എല്ലാവരും നല്ല സക്സസ് ആവട്ടെ.